ഇപ്പോൾ ബി.ജെ.പി. എറണാകുളം നോർത്ത് ജില്ലാ പരിധിയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള സമ്മേളനം നടക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യപ്രഭാഷണം നടത്തുന്നു. തത്സമയ ദൃശ്യങ്ങൾ കാണാം. മിസ്റ്റർ ശങ്കരു, I think first three names are the candidates. Four names: Mr. Balsala, candidate from Paravur, and Mr. Binu, MP, Kalamesri candidate, and Angamarle candidate, Sri Kuriya Kosh, and Sri Bargis, candidate from Perambaru, and Sri Brahmaraj, NDA candidate from Alua. My brothers and sisters, मेरे बहनों और भाइयों, കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. My Malayali is correct? Okay, thank you. मेरे बहनों भाइयों, आज परावूर की धरती पर आकर मुझे बेहद प्रसन्नता है. यह भूमि अपनी समृद्ध परंपराओं और मेहनत कश लोगों के लिए जानी जाती है. यह क्षेत्र आस्था और संस्कृति का केंद्र है और यहाँ पुट्टीगल मंदिर भी है. मैं अपनी बात शुरू करने से पहले देवी भगवती के चरणों में नमन करता हूँ. കേരളത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഇന്ന് പറവൂർ നാട്ടിൽ എത്തിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. സമ്പന്നമായ പാരമ്പര്യങ്ങൾക്കും കഠിനാധ്വാന ആളുകൾക്കും പേരുകെട്ട നാടാണിത്. വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും കേന്ദ്രമാണ് ഈ പ്രദേശം. പുറ്റിങ്ങൽ ക്ഷേത്രവും ഇവിടെയാണ്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭഗവതി ദേവിയുടെ കാൽക്കൽ വണങ്ങുന്നു. बहनों भाइयों, केरलम की धरती ने अनेक महाविभूतियों को जन्म दिया है. यह जगत गुरु आदि शंकराचार्य की भी भूमि है. यह श्री नारायण गुरु की भी भूमि है, जिन्होंने वन कास्ट, वन रिलीजन, वन गॉड फॉर मैनकाइंड का संदेश दिया था. समाज सुधारक महात्मा अय्यंकाली ने यहीं पर समाज के पिछड़े वर्गों के अधिकारों के लिए आंदोलन का नेतृत्व भी किया था. केरलम की महिलाओं ने पूरे देश को इंस्पायर किया है. हमारी संविधान सभा के 15 महिला सदस्य थीं, उनमें से 3 केरल से ही थीं और दक्षिणानी वेलायुधन जी संविधान सभा के लिए चुनी हुई एकमात्र दलित महिला थीं. കേരളം നിരവധി മഹാത്മാക്കൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. ജഗദ്ഗുരു ആദി ശങ്കരാചാര്യയുടെ നാടാണിത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സന്ദേശം പ്രചരിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ നാടാണിത്. സാമൂഹിക പരിഷ്കർത്താവായ മഹാത്മാ അയ്യങ്കാളി ഇവിടെ സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾക്കായി ഉള്ള പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്നു. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ രാജ്യത്തിനും പ്രചോദനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ 15 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 3 പേർ കേരളത്തിൽ നിന്ന് ഉള്ളവരായിരുന്നു. ഭരണഘടനാ അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏക ദളിത് വനിത ശ്രീമതി ദാശാണി വേലായുധൻ ജി ആയിരുന്നു. बहनों भाइयों, 1956 में केरलम की ही अन्ना चांडी जी ने भारत के किसी हाई कोर्ट की पहली महिला जज बनी थी और केरल की ही यम फातिमा बीबी जी भी भारत के सुप्रीम कोर्ट में नियुक्त होने वाली पहली महिला जज बनी थी. केरलम के प्रतिभाशाली और मेहनती लोगों ने अपनी ईमानदारी, कौशल और अपनी इंटरप्रेन्योरशिप से दुनिया भर में सम्मान प्राप्त किया है. एक रिपोर्ट के अनुसार केरल के लोग आज दुनिया भर के लगभग 93% देशों में काम कर रहे हैं. 1956 കേരളത്തിൽ നിന്നുള്ള അന്ന ചാണ്ടി ഇന്ത്യൻ ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജായി. ഇന്ത്യയിലെ സുപ്രീം കോടതിയിലേക്ക് നിയമിതയായിട്ടുള്ള ആദ്യ വനിതാ ജഡ്ജിയും കേരളത്തിൽ നിന്നുള്ള എം ഫാത്തിമ ബീവിയാണ്. കേരളത്തിലെ കഴിവുള്ളവരും കഠിനാധ്വാനികളുമായിട്ടുള്ള ജനങ്ങൾ അവരുടെ സത്യസന്ധത, കഴിവുകൾ, സംരംഭത്വം എന്നിവർ ലോകമെമ്പാടും ആദരവ് നേടിയിട്ടുണ്ട്. ഒരു റിപ്പോർട്ട് അനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഏകദേശം 93% രാജ്യങ്ങളിലും കേരളീയർ ജോലി ചെയ്യുന്നുണ്ട്. मेरे बहनों भाइयों, केरल के मेहनत कश और ईमानदार लोगों के साथ लेफ्ट डेमोक्रेटिक फ्रंट और यूनाइटेड डेमोक्रेटिक फ्रंट दोनों ने दशकों से छल किया है, धोखा दिया है. दोनों का झंडा और चुनाव चिन्ह अलग जरूर है,
लेकिन उनका चाल चरित्र एक जैसा है, सोच भी उनकी एक जैसी है। ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും പതിറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ കഠിനാധ്വാനം സത്യസന്ധമായിട്ടുള്ള ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ പതാകകൾ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും വ്യത്യസ്തമായിരിക്കാം, പക്ഷെ അവരുടെ പെരുമാറ്റവും ചിന്തയും ഒന്ന് തന്നെയാണ്. एलडीएफ और यूडीएफ दोनों ने समाज को डिवाइड करने का काम किया है। दोनों ने केरलम की इकोनॉमी को बर्बाद करने का काम किया है। दोनों ही अपने वादे पूरे नहीं किए हैं। दोनों ने ही जनता का भरोसा तोड़ा है और भ्रष्टाचार को भी बढ़ावा दिया है। केरलम की जनता एलडीएफ और यूडीएफ को चुनने के लिए वोट नहीं करती है, बल्कि वह तो इन दोनों में से एक को सत्ता से बेदखल करने के लिए वोट करती है, लेकिन बदकिस्मती से दूसरा अपने आप सत्ता में आ जाता है। രണ്ടും മുന്നണികളും സമൂഹത്തെ വിഭജിച്ചു. രണ്ടും കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയെ നശിപ്പിച്ചിട്ടുണ്ട്. രണ്ടും വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടില്ല. രണ്ടും പൊതുജനങ്ങളുടെ വിശ്വാസം തകർക്കുകയും അഴിമതിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ LDFനെയോ UDFനെയോ തിരഞ്ഞെടുക്കാനല്ല വോട്ട് ചെയ്യുന്നത്, പകരം അവരിൽ ഒരാളെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാനാണ്. എന്നാൽ നിർഭാഗ്യവശാൽ മറ്റേ മുന്നണി യാന്ത്രികമായി അധികാരത്തിൽ വരുന്നു. बहनों भाइयों, केरलम की जनता जानती है कि एलडीएफ का मतलब लूट, डिवीजन और फेलोर है, और यूडीएफ का मतलब अनट्रस्टवर्दी, डिसऑनेस्टी और फ्रॉड है। एडीएफ में जो यफ है, इस यफ का मतलब होता है, आप सभी को पता है, यम मीन्स फ्रंट, लेकिन कौन सा फ्रंट मैं बताता हूं, यह है फ्रंट फॉर करप्शन। LDF എന്നാൽ നമുക്ക് എല്ലാവർക്കും LDF. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. നോർത്ത് സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിനാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം. NDA ക്യാമ്പ് അങ്ങനെ കൂടുതൽ ആവേശഭരിതമാകുകയാണ്. കൂടുതൽ നേതാക്കൾ സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി കേരളത്തിലെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്.